നമുക്കൊപ്പം ചേർന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് ടൗണിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നും ചേരുന്നുണ്ട്. അഭിജിത്ത്, ഓരോ ഇടങ്ങളിലും അവിടെ ആ പരിസരത്തുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിരിക്കുന്നു. കോഴിക്കോട് ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്താണ്? നേതാക്കൾ എല്ലാവരും ഉണ്ടോ? പലയിടങ്ങളിലും ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കോഴിക്കോട് ആ രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും സ്മിത, അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു യുവജന പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കോഴിക്കോട് ഈ ഒരു ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല പുരോഗമിക്കുന്നത്. കോഴിക്കോട് ടൗണിലെ മുതലക്കുളമാണ് ജില്ലയിലെ സമരകേന്ദ്രം. ഈ സമരകേന്ദ്രത്തിലേക്ക് നിരവധിയായ നേതാക്കളാണ് നിലവിൽ വന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി യുവജനങ്ങളും ഈ ഒരു മനുഷ്യച്ചങ്ങലയിൽ അണിചേരാനായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എളമരം കരീം MP ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. ഒപ്പം തന്നെ TP രാമകൃഷ്ണൻ MLA, അതുകൂടാതെ അത്തരത്തിൽ സച്ചിൻ ദേവ് MLA, SK സജീഷ്, മേയർ ബീന ഫിലിപ്പ് തുടങ്ങി നിരവധിയായ നേതാക്കൾ ഈ ഒരു മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി ഈ ഒരു മുതലക്കുളത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധങ്ങളായ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, വിവിധങ്ങളായ കാരണങ്ങൾ മുന്നോട്ട് ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് മനുഷ്യച്ചങ്ങല നിലവിൽ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. അഴിയൂര് മുതൽ വൈദ്യരങ്ങാടി വരെ 78 കിലോമീറ്ററോളം ദൂരമാണ് കോഴിക്കോട് ജില്ലയിൽ മനുഷ്യച്ചങ്ങല നടക്കുക. ഏതാണ്ട് 2 ലക്ഷത്തോളം പേരെ ഈ ഒരു മനുഷ്യച്ചങ്ങലയിൽ അണിനിരത്തുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അഴിയൂരിൽ എഴുത്തുകാരൻ വിമീഷ് മണിയൂർ ആദ്യ കണ്ണിയാകുമ്പോൾ വൈദ്യരങ്ങാടിയിൽ ഹൈജമ്പ് താരം കായിക താരം ആൽബ മനോജാണ് അവസാന കണ്ണിയായി മാറുക. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള നിരവധി പേരെ പങ്കുചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകുന്നത്. ഏത് തരത്തിലാണ് ഈ ഒരു മനുഷ്യച്ചങ്ങല പുരോഗമിക്കുന്നത്? ഇത് ശക്തമായ ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. തീർച്ചയായും ഇത് കേരളത്തിന്റെ കേന്ദ്രത്തോടുള്ള ഒരു മുന്നറിയിപ്പാണ്. കേരളത്തോട് കാണിക്കുന്ന അതിഗൗരവതരമായ അവഗണന, ആ അവഗണനക്കെതിരായിട്ടുള്ള കേരളത്തിന്റെ ആകെ പ്രതിഷേധമായി മാറുകയാണ്. ഒരുപക്ഷെ നാം കാണേണ്ടത് ഇവിടെ ചില യുവജന സംഘടനകളെല്ലാം 4 പേരെ കൂട്ടി സമരം ചെയ്യുമ്പോൾ അത് വലിയ ആഘോഷമായി മാറുമ്പോൾ നാടിനെ ആകെ ചേർത്ത് നിർത്താൻ ഡിവൈഎഫ്ഐക്ക് കഴിയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇവിടെ ഡിവൈഎഫ്ഐ ആണ് മനുഷ്യച്ചങ്ങല പ്രഖ്യാപിച്ചതെങ്കിലും ഇപ്പോൾ യുവജനങ്ങൾ മാത്രമല്ല, ബഹുജനങ്ങളാകെ കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നമായി, കേരളത്തോടുള്ള കടുത്ത അവഗണനക്കെതിരായി, സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരായിട്ടെല്ലാം അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് മാതൃകയാണ് കേരളം. എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ജനജീവിതത്തിന്റെ കാര്യത്തിലെല്ലാം. അതുകൊണ്ട് കേരളം മുന്നോട്ട് പോയാൽ അത് തങ്ങളുടെ ജനവിരുദ്ധതയ്ക്ക് ഒരു ആ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് അവർക്ക് കൂടി പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ട് കേരളത്തെ മോശമാക്കുക, അതിന് സാമ്പത്തിക ഉപരോധം സൃഷ്ടിക്കുക എന്നതെല്ലാമാണ് ഒരു ലക്ഷ്യം എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ മനുഷ്യച്ചങ്ങലയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഏതായാലും സ്മിത, കേന്ദ്ര സർക്കാരിന്റെ അവഗണന ജനങ്ങൾ തിരിച്ചറിയുന്നു. അതാണ് ഈ ഒരു ജനപങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ജനപങ്കാളിത്തത്തിന് കാരണമെന്നാണ് ഡിവൈഎഫ്ഐ നേതാവ് SK സജീഷ് പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ മനുഷ്യച്ചങ്ങലയുടെ ട്രയൽ റൺ നടക്കും. അതോടൊപ്പം 5 മണിയാകുന്നതോടുകൂടി ഈ മനുഷ്യച്ചങ്ങല നടക്കും. ഒപ്പം പ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെ ഈ മുതലക്കുളത്ത്, കോഴിക്കോട് ജില്ലയുടെ സമരകേന്ദ്രമായ മുതലക്കുളത്ത് ഡിവൈഎഫ്ഐക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഴിയൂർ മുതൽ വൈദ്യരങ്ങാടി വരെയാണ് കോഴിക്കോട് ജില്ലയിലെ മനുഷ്യച്ചങ്ങല നീളുക. ഏതാണ്ട് 90 കേന്ദ്രങ്ങളാണ്, 90 സമര കേന്ദ്രങ്ങളാണ് ഈ ഒരു മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി ഉണ്ടാവുക. 2 ലക്ഷം പേരെ അണിനിരത്തും എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. അതിൽ 1 ലക്ഷം യുവജനങ്ങളും ഒപ്പം 1 ലക്ഷം ബഹുജനങ്ങളും. അങ്ങനെ അത്തരത്തിൽ 2 ലക്ഷത്തോളം പേർ അണിനിരത്തിക്കൊണ്ട്, 2 ലക്ഷത്തോളം പേരെ അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു ബഹുജന മുന്നേറ്റം തങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് ഏതായാലും ഡിവൈഎഫ്ഐ അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു ട്രയൽ റൺ, ഈ മനുഷ്യച്ചങ്ങലയുടെ അഭിജിത്താണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ചേരുന്നത്.